നാഗ്പൂരിലെ BCS സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിനിറങ്ങുമ്പോൾ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനത് 100ാമത് അന്താരാഷ്ട്ര T20 മത്സരമാണ്. ഈ നേട്ടത്തിലെത്തുന്ന 53ാമത് താരം. മിനിമം 10 ടെസ്റ്റും 40 ഏകദിനവും കളിക്കാതെ 100 T20 പൂർത്തിയാക്കിയ ഏക താരവും സൂര്യകുമാർ യാദവ് തന്നെയാണ്. അതിൽ നിന്നറിയാമല്ലോ എത്രമാത്രം ഈ ഫോർമാറ്റിൽ സ്പെഷ്യലിസ്റ്റാണ് സൂര്യയെന്ന്. തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ സൂര്യകുമാർ യാദവ് പറഞ്ഞു, ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. നെറ്റ്സിൽ ടച്ച് എല്ലാം പെർഫെക്റ്റ് ആണെന്നും സൂര്യ അന്ന് കൂട്ടിച്ചേർത്തു. ക്യാപ്റ്റൻ എന്ന നിലയിൽ T20 ടീമിൽ നിലനിൽക്കുക ഇനി പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ സൂര്യയുടെ ഭാവി നിശ്ചയിക്കപ്പെടും. ഫെബ്രുവരി 7-ന് T20 ലോകകപ്പ് ആരംഭിക്കും. അതിനു മുമ്പ് ഇന്ത്യക്ക് കളിക്കാനുള്ളത് 5 മത്സരങ്ങൾ മാത്രം. ന്യൂസിലൻഡിനെതിരെ അവസാന മത്സരം കളിച്ച് ഒരാഴ്ച തികയും മുമ്പേ ഇന്ത്യ ലോകകപ്പിനിറങ്ങും. അതുകൊണ്ട് ഈ പരമ്പരയും ശേഷമുള്ള ലോകകപ്പും ഇന്ത്യക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഏറെ നിർണായകമാണ്. T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം വരെ അലങ്കരിച്ചിരുന്ന സൂര്യയാണിപ്പോൾ ഫോമില്ലാതെ ഉഴറുന്നത്. കഴിഞ്ഞ വർഷം ഒരു അർദ്ധ സെഞ്ചുറി പോലുമില്ല. 22 ഇന്നിംഗ്സുകൾ ഇതിനിടെ സൂര്യ കളിച്ചു. ശരാശരി 12.84 മാത്രം. സ്ട്രൈക്ക് റേറ്റ് കേവലം 117.87. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ നേടിയത് വെറും 34 റൺസ് മാത്രം. ശേഷം കളിച്ചത് 2 ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ. വിജയസാരയിൽ മുംബൈക്കായി 24-15 എന്നിങ്ങനെയായിരുന്നു അതിൽ സ്കോറുകൾ. സഞ്ജു അഭിഷേക് ജോഡി ക്ലിക്കായതോടെ കുറച്ചുനാളായി ഇന്ത്യ ഹൈറിസ്ക് ക്രിക്കറ്റാണ് കളിക്കുന്നത്. സൂര്യയുടെ ഫോമിൽ ഈ ഹൈറിസ്ക് ക്രിക്കറ്റിനും വലിയ പങ്കുണ്ട്. ഏറെക്കുറെ ഒരേ പാറ്റേണിൽ തന്നെയാണ് സൂര്യ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്നത്. പേസർമാർക്കെതിരെ വലിയ പരാജയമാണ് സൂര്യ ഇപ്പോൾ. ഫാസ്റ്റ് ബോളർമാർ എറിഞ്ഞ 133 പന്തുകളിൽ 18 തവണയും സൂര്യ വിക്കറ്റ് നൽകി. ശരാശരി വെറും 8. സ്ട്രൈക്ക് റേറ്റ് 110-ൽ താഴെ. സ്പിന്നർമാർക്കെതിരെ 130-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ്. 98 ശരാശരിയും സൂര്യയ്ക്കുണ്ട്. ഒരു തവണ മാത്രമാണ് അവർക്കെതിരെ പുറത്തായതും. മിസ്റ്റർ 360 ഡിഗ്രി എന്ന് വിളിപ്പേരുള്ള സൂര്യ ആ പേരിനൊത്ത പ്രകടനം അവസാനം നടത്തിയത് 2 വർഷം മുമ്പാണ്. 2024 ഒക്ടോബറിൽ ബംഗ്ലാദേശിനെതിരെ. അന്ന് 35 പന്തിൽ 75 റൺസ് എടുത്ത സൂര്യ പേസർമാർക്കെതിരെയും തിളങ്ങി. അതുതന്നെയാണ് സൂര്യയുടെ അവസാന 50യും. ആ മത്സരത്തിന് ശേഷം പേസർമാർക്കെതിരെ സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് കുത്തനെ ഇടിഞ്ഞു. ഫുൾ ലെങ്ത് പന്തിൽ, അതായത് ഫുൾ ടോസ്, യോർക്കർ, ഗുഡ് ലെങ്ത് പന്തുകളിൽ സൂര്യയുടെ പോരായ്മ മനസ്സിലാക്കിയ ബോളർമാർ നിരന്തരം ആ പന്തുകൾ എറിഞ്ഞു. ടെക്നിക് നന്നാക്കാതെ സൂര്യ നിരന്തരം ആ ട്രാപ്പുകളിൽ വീഴുകയും ചെയ്തു. ഇത്തരം പന്തുകളിൽ 15 തവണ സൂര്യ പുറത്തായിട്ടുണ്ട്. ശരാശരി വെറും 4.86. അതെ, 5-ൽ താഴെ. ഏറെക്കാലം T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് അടക്കി ഭരിച്ച താരത്തിനാണ് ഈ ദുരവസ്ഥ എന്നുകൂടി ഓർക്കണം. ഇനി വേറൊരു കൗതുക കണക്ക് പറയാം. 2023 ഏകദിന ലോകകപ്പ് ഫൈനലാണ് സൂര്യ അവസാനം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഏകദിന ഫോർമാറ്റ് മത്സരം. അതോടെ 37 മത്സരം നീണ്ട സൂര്യയുടെ ഏകദിന കരിയർ അവസാനിച്ചു. പിന്നെ ODIയിലേക്ക് പരിഗണിച്ചിട്ടില്ല. ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യ 23 ഏകദിനവും 54 T20യും കളിച്ചു. അതിൽ T20 ഫോർമാറ്റിൽ മാത്രം കളിച്ചിട്ടും ഇക്കാലയളവിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച താരങ്ങളിൽ സൂര്യ 4ാമതുണ്ട്. T20യിൽ ഇന്ത്യയുടെ 8 പ്രധാന ബാറ്റർമാരിൽ 6 പേരും നിലവിൽ ഈ ഒരു ഫോർമാറ്റിൽ മാത്രമാണ് കളിക്കുന്നത്. ഇന്ത്യൻ മുൻ താരവും കമന്റേറ്ററുമായ ആകാശ് ചോപ്ര സൂര്യയെ വിമർശിച്ചത് ക്യാപ്റ്റന്റെ ജോലി എന്നാൽ ടോസിന് ഇറങ്ങുക മാത്രമല്ല എന്ന് ഓർമ്മിപ്പിച്ചാണ്. ഫോം ഔട്ടിന്റെ പേരിൽ പോസ്റ്റർ ബോയ് ശുഭ്മാൻ ഗില്ലിനെ വരെ പിടിച്ചു പുറത്തിടാൻ ധൈര്യം കാണിച്ച BCCI സൂര്യകുമാർ യാദവിനോട് ഒരു തരത്തിലുള്ള ദയയും കാണിക്കില്ല എന്നുറപ്പാണ്. ക്യാപ്റ്റനായി ലോകകപ്പ് നേടാനായില്ലെങ്കിൽ സൂര്യയ്ക്ക് പിന്നെ ഇന്ത്യൻ ജേഴ്സി അന്യമാകും. ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തേക്കും ഒരുപോലെ റൺസ് അടിച്ചു കൂട്ടി മിസ്റ്റർ 360 ഡിഗ്രി എന്നൊരു ഓമനപ്പേരും സമ്പാദിച്ച സൂര്യയുടെ കരിയർ അങ്ങനെ തീർന്നു പോകേണ്ട ഒന്നല്ല.